ഒരു വീട് നിർമ്മാണം പൂർത്തിയായാൽ കയറി താമസിക്കുന്നതിന് മുമ്പ് നിർമ്മാണ തൊഴിലാളികൾക്കും വീട് നിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കും വീട്ടുടമ സന്തോഷത്തോടെ സമ്മാനങ്ങൾ നൽകുന്നത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വസ്ത്രങ്ങൾ, പണം, ആഭരണങ്ങളെല്ലാം സമ്മാനമായി തൊഴിലാളികൾക്ക് മുന്നിലെത്തും. എന്നാൽ പാലക്കാട് പൂക്കോട്ടുകാവ് സ്വദേശി ഉണ്ണികൃഷ്ണൻ തന്റെ വീട് നിർമ്മാണം പൂർത്തിയായപ്പോൾ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചവരെ ചേർത്ത് നിർത്തി സമ്മാനിച്ചത് ഇന്ത്യൻ ഭരണഘടനയായിരുന്നു. ഭരണഘടനയെക്കുറിച്ച് ചർച്ചകൾ ഏറിയ കാലത്ത് ഭരണഘടന തന്നെ തന്റെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിച്ചതിന് ഉണ്ണികൃഷ്ണന് ഒരു കാരണമുണ്ട്. വീട് നിർമ്മാണത്തിൽ ഭാഗമായിട്ടുള്ള തൊഴിലാളികളെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ അന്തസ്സും ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉയരത്തക്ക രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിച്ചപ്പോഴാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യണ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന സമത്വം, സാഹോദര്യം, നീതി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്നിവയെക്കുറിച്ച് ഉള്ള അറിവ് അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകും എന്നുള്ള തോന്നലുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഭരണഘടന എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്തത്. അതുമാത്രമല്ല, ഭരണഘടനയെ തകർക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭരണഘടനയെക്കുറിച്ചുള്ള സാക്ഷരത സാധാരണക്കാരായ ജനങ്ങളിൽ കൂടുതൽ സാക്ഷരരാകുമ്പോൾ അത്തരം ആളുകൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു സമൂഹം ആവിർഭവിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യൻ ജനതയെ എന്തൊക്കെ പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ ഭിന്നിപ്പിക്കാനും വിഭജിക്കാനും ശ്രമിച്ചാലും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാരെ ഒരുമിപ്പിച്ചുകൊണ്ടേയിരിക്കും. വീട്ടുടമ നൽകിയ സമ്മാനവും അതിന് പിന്നിലെ ആശയവും മനസ്സിലാക്കിയ തൊഴിലാളികൾ ഏറെ സന്തോഷത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ വീട് വീട്ടുടമയ്ക്കും കുടുംബത്തിനും കൈമാറിയത്. റിപ്പോർട്ടർ, പാലക്കാട്.